ഹായ് ആൾ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. എന്നിട്ട് നമ്മളോട് പറയാണ് ഡു ഓൾ ദി പ്ലാൻ മേക്ക് ഫുഡ്. നമ്മളോട് ചോദിക്കുകയാണ് എല്ലാ പ്ലാനിനും ഫുഡ് ഉണ്ടാക്കുമോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് ചോദിച്ചിട്ട് നമുക്കിവിടെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. അതായത് നാല് ജീവികളുള്ള കോൺവെർസേഷനാണ്. എന്തൊക്കെയാണ് ആ കോൺവെർസേഷനിലുള്ളത് നോക്കാം. ഐ ആം എ മാംഗോ ട്രീ. ആദ്യം മാംഗോ ട്രീ ആണ് പറയുന്നത്. ഞാനൊരു മാംഗോ ട്രീ ആണ്. ഐ മൈ സെൽഫ് പ്രിപ്പയർ ദി ഫുഡ് ഐ നീഡ്. എനിക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് മാംഗോ ട്രീ പറയുന്നത്. അടുത്തത് ഏതാണ്? ഐ ആം ലൊറാന്തസ്. അടുത്തത് ലൊറാന്തസ് ആണ് സംസാരിക്കുന്നത്. ലൊറാന്തസ് എന്താ പറയുന്നത്? ഐ ഓൾസോ പ്രിപ്പയർ മൈ ഓൺ ഫുഡ് ബട്ട് ഐ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദീസ് പ്ലാന്റ്. എനിക്ക് സ്വന്തമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഞാൻ വെള്ളവും അതുപോലെ തന്നെ മിനറൽസൊക്കെ ഈ ഒരു പ്ലാന്റിൽ നിന്ന് വലിച്ചെടുക്കും എന്നാണ് പറയുന്നത്. അടുത്തത് ഐ ആം കസ്ക്യൂട്ട. ഐ ഡു നോട്ട് പ്രിപ്പയർ ഫുഡ് ഐ അബ്സോർബ് ദി ന്യൂട്രിയൻസ് ഐ നീഡ് ഫ്രം ദീസ് പ്ലാന്റ്. ഞാൻ കസ്ക്യൂട്ടയാണ്. എനിക്ക് ഭക്ഷണമൊന്നും പ്രിപ്പയർ ചെയ്യാൻ അറിയില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ഈ പ്ലാന്റിൽ നിന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസൊക്കെ ഈ പ്ലാന്റിൽ നിന്ന് വലിച്ചെടുക്കും എന്നാണ് പറയുന്നത്. അടുത്തതാണ് ഐ ആം വണ്ട. ഐ മൈസെൽഫ് പ്രിപ്പയർ ദി ഫുഡ് ഐ നീഡ് ബട്ട് ഐ നീഡ് എ പ്ലേസ് ടു ഗ്രോ. ഞാൻ വണ്ടയാണ്. എനിക്ക് സ്വന്തമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ എനിക്ക് ജീവിക്കാൻ വളരാൻ എന്ത് വേണം? ഒരു പ്ലേസ് വേണം എന്നാണ് പറയുന്നത്. അടുത്തത് യു ഹാവ് ഒബ്സർവ് ദി കോൺവെർസേഷൻ എമംഗ് ദി മാംഗോ ട്രീ, ലൊറാന്തസ്, കസ്ക്യൂട്ട ആൻഡ് വണ്ട ഹാവിൻ യു. അപ്പം നിങ്ങൾ ഈ ഒരു മാംഗോ ട്രീയും ലൊറാന്തസും കസ്ക്യൂട്ടയും വണ്ടയും ഒക്കെ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വിച്ച് ഓഫ് ദീസ് പ്ലാന്റ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. ഏത് പ്ലാന്റ്സ് ആണ് സ്വയം ഭക്ഷണം ഉണ്ടാക്കി എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? മാംഗോ ട്രീ ഉണ്ടാക്കുന്നുണ്ട്, ലൊറാന്തസ് ഉണ്ടാക്കുന്നുണ്ട്, വണ്ട ഉണ്ടാക്കുന്നുണ്ട്. അടുത്തത് ദീസ് പ്ലാന്റ് ഗെറ്റ് സൺലൈറ്റ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ് ഇൻ സെയിം വേ. അടുത്തത് പറയാണ് ഈ പ്ലാന്റ്സിനൊക്കെ ലൊറാന്തസ് ആണെങ്കിലും മാംഗോ ട്രീ ആണെങ്കിലും കസ്ക്യൂട്ട ആണെങ്കിലും വണ്ട ആണെങ്കിലും ഒക്കെ ദീസ് പ്ലാന്റ്സ് ഗെറ്റ് സൺലൈറ്റ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് നീഡഡ് ഫോർ ദി ഫോട്ടോസിന്തസിസ് ഇൻ ദി സെയിം വേ. സൺലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഈ പ്ലാന്റ്സിനൊക്കെ ഒരേ രീതിയിൽ തന്നെയാണ് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. ബട്ട് ഹൗ ഡു ദേ ഗെറ്റ് വാട്ടർ. പക്ഷെ അവർക്ക് എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. എവിടെ നിന്നാണ് അവർക്ക് വാട്ടർ കിട്ടുന്നത്? അവർക്ക് വാട്ടർ കിട്ടുന്നത് മാംഗോ ട്രീ ആണെന്നുണ്ടെങ്കിൽ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽ ഫ്രം ദി സോയിൽ ത്രൂ ഇറ്റ്സ് റൂട്ട്. മാംഗോ ട്രീ അതിൻ്റെ വേരുകൾ ഉപയോഗിച്ചിട്ട് മണ്ണിൽ നിന്ന് വെള്ളത്തെ അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. ലൊറാന്തസ് ആണെന്നുണ്ടെങ്കിലോ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ഹോസ്റ്റ് പ്ലാന്റ്. ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന്. ഇവിടെ ഹോസ്റ്റ് പ്ലാന്റ് ഏതാണ്? മാംഗോ ട്രീ ആണ്. അപ്പോൾ മാംഗോ ട്രീന്ന് എന്ത് ചെയ്യും? വാട്ടറിനെയും മിനറൽസിനെയൊക്കെ അബ്സോർബ് ചെയ്യും. വണ്ടയാണെന്നുണ്ടെങ്കിൽ അബ്സോർബ് മോയിസ്ചർ ഫ്രം ദി അറ്റ്മോസ്ഫിയർ ത്രൂ ഇറ്റ്സ് നെക്ക് ഏരിയൽ റൂട്ട്സ്. അതിൻ്റെ തിക്ക് അബ്സോർബ് മോയിസ്ചർ ഫ്രം ദി അറ്റ്മോസ്ഫിയർ ത്രൂ ഇറ്റ്സ് തിക്ക് ഏരിയൽ റൂട്ട്സ്. അതിൻ്റെ തിക്ക് ഏരിയൽ റൂട്ട്സ് ഉപയോഗിച്ചിട്ട് മോയിസ്ചർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അബ്സോർബ് ചെയ്യും. അടുത്തത് കസ്ക്യൂട്ടയാണെന്നുണ്ടെങ്കിൽ അബ്സോർബ് വാട്ടർ ആൻഡ് ഫുഡ് ഫ്രം ദി ഹോസ്റ്റ് പ്ലാന്റ്. ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് വാട്ടറും ഫുഡും ഒക്കെ അബ്സോർബ് ചെയ്യും. കസ്ക്യൂട്ടയും എന്താണ്? ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൊറാന്തസും എവിടെ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്? ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നാണ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്. അടുത്തത് വേർ ഡസ് ദി മാംഗോ ട്രീ ഗെറ്റ് ഇറ്റ്സ് വാട്ടർ ഫ്രം. എവിടെ നിന്നാണ് മാംഗോ ട്രീക്ക് വാട്ടർ കിട്ടുന്നത്? മാംഗോ ട്രീക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? മാംഗോ ട്രീ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം സോയിൽ ത്രൂ ഇറ്റ്സ് റൂട്ട്. അതിൻ്റെ വേരുകൾ ഉപയോഗിച്ചിട്ട് മണ്ണിൽ നിന്ന് അത് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഹൗ അബൌട്ട് വണ്ട ആൻഡ് ലൊറാന്തസ്. വണ്ടയും അതുപോലെ തന്നെ ലൊറാന്തസിനും എവിടെ നിന്നാണ് കിട്ടുന്നത്? ലൊറാന്തസ് ആണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് വാട്ടർ കിട്ടുന്നത്? മിനറൽസും വാട്ടറും ഒക്കെ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നാണ്. അതായത് ഇവിടെ ഹോസ്റ്റ് പ്ലാന്റ് മാംഗോ ട്രീ ആണ്. അടുത്തത് വണ്ടയാണെന്നുണ്ടെങ്കിൽ അബ്സോർബ് മോയിസ്ചർ ഫ്രം ദി അറ്റ്മോസ്ഫിയർ ത്രൂ ഇറ്റ്സ് തിക്ക് ഏരിയൽ റൂട്ട്. അതിൻ്റെ തിക്ക് ഏരിയൽ റൂട്ട് വഴി അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് വണ്ടക്ക് കിട്ടുന്നത്. അടുത്തത് ഒബ്സർവ് ദി പിക്ചർ ഓഫ് വണ്ട. വണ്ടൻ്റെ പിക്ചർ ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കാം. ഇതാണ് വണ്ടൻ്റെ പിക്ചർ. ഡോണ്ട് യു സീ 2 ടൈപ്സ് ഓഫ് റൂട്ട്സ്. വാട്ട് ആർ ദി ഫങ്ഷൻ ഓഫ് ദീസ് റൂട്ട്സ്. അപ്പോൾ നിങ്ങൾ 2 ടൈപ്പ് റൂട്ട്സ് കാണുന്നില്ലേ വണ്ടൻ്റെ? എന്താണ് ആ 2 ടൈപ്പ് റൂട്ട്സിൻ്റെയും ഫങ്ഷൻ എന്നാണ് ചോദിക്കുന്നത്.
അപ്പോൾ അതിൽ 2 ടൈപ്പ് റൂട്ടായിട്ട് വരുന്നത്, ഒന്ന് സ്മോൾ റൂട്ടും ഉണ്ട്, ഒന്ന് തിക്ക് വൈറ്റ് ഏരിയൽ റൂട്ടും ഉണ്ട്. സ്മോൾ റൂട്ട് എന്ത് ചെയ്യും? ക്ലിങ് ടു ദി ട്രീ ആൻഡ് സപ്പോർട്ട് ദി പ്ലാന്റ്. ആ പ്ലാന്റിൽ, അതായത് ട്രീയിൽ, ഹോസ്റ്റ് ട്രീയിൽ എന്ത് ചെയ്യും? നല്ലോണം ഇങ്ങനെ പിടിച്ചിരിക്കും. എന്നിട്ട് ആ പ്ലാന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. തിക്ക് വൈറ്റ് ഏരിയൽ റൂട്ടാണെന്നുണ്ടെങ്കിൽ അബ്സോർബ് മോയ്സ്ചർ ആൻഡ് മിനറൽസ് ഫ്രം ദി എയർ. എയറിന്ന് മോയ്സ്ചറിനെയും മിനറൽസിനെയൊക്കെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് തിക്ക് റൂട്ടിൻ്റെ ഫങ്ഷൻ. അപ്പോൾ വേർ ഡു ദി തിക്ക് റൂട്ട്സ് ഗ്രോ ടു? അപ്പം എവിടെ നിന്നാണ് ഈ തിക്ക് റൂട്ട്സ് ഗ്രോ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ദേ ഗ്രോ ഫ്രീലി ഇൻ ദി എയർ. എവിടേക്കാണ് അത് ഗ്രോ ചെയ്യുന്നത്? അത് ഫ്രീ ആയിട്ട് എയറിലേക്കാണ് ഗ്രോ ചെയ്യുന്നത്. തിക്ക് റൂട്ട് എന്താണ് ചെയ്യുന്നത്? എയറിന്ന് മോയ്സ്ചറിനെയും വാട്ടർ മിനറൽസിനെയൊക്കെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങോട്ടേക്കാണ് ഗ്രോ ചെയ്യുന്നത്? അത് അറ്റ്മോസ്ഫിയറിലേക്ക് ഫ്രീ ആയിട്ട് അത് എയറിലേക്ക് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലേക്ക് ഗ്രോ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. ദി സ്മോൾ റൂട്ട് ഹെൽപ്പ് ദി വണ്ട ടു ഗ്രോ ബൈ ക്ലിങ്ങിങ് ഓൺ ടു ദി ട്രീ. അപ്പോൾ സ്മോൾ റൂട്ട് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ആ മരത്തിൽ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു പ്ലാന്റിന് ആ ഒരു മരത്തിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദി തിക്ക് റൂട്ട് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദി അറ്റ്മോസ്ഫിയർ. തിക്ക് റൂട്ട് എന്താ ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിന് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യുന്നതാണ് തിക്ക് റൂട്ടിൻ്റെ ഫംഗ്ഷൻ. ദേ ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ് ഓൺലി ഫോർ ഹാബിറ്റേറ്റ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഹാബിറ്റേറ്റിന് വേണ്ടിയിട്ടാണ് മാത്രമാണ് അത് ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് എപ്പിഫൈറ്റ്സ്. ഇങ്ങനെ ഹാബിറ്റേറ്റിന് വേണ്ടി മാത്രം, അതായത് അതിന് നിൽക്കാനൊരു ഇടം മാത്രം മതി, അതിന് വേണ്ടി മാത്രമാണ് അതൊരു ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനത്തെ പ്ലാന്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഇതിന് നിൽക്കാനൊരിടം ഹോസ്റ്റ് പ്ലാന്റിലാണ്, പക്ഷെ അതിന് വാട്ടറും മിനറൽസൊക്കെ കിട്ടുന്നത് എവിടെ നിന്ന് തന്നെയാണ്? അറ്റ്മോസ്ഫിയറിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് തന്നെയാണ് അത് വാട്ടറിനെയും അതുപോലെ തന്നെ മിനറൽസിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നത്. അത് വാട്ടറിനെയും മിനറൽസിനെയും മാംഗോ ട്രീന്നോ അല്ലെങ്കിൽ മറ്റ് ട്രീസിന്നോ അബ്സോർബ് ചെയ്യുന്നില്ല. അത് എവിടെ നിന്ന് തന്നെയാണ് അബ്സോർബ് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിൽ നിന്ന് തന്നെയാണ് അബ്സോർബ് ചെയ്യുന്നത്. അതിൽ 2 ടൈപ്പ് റൂട്ടും ഉണ്ട്. അതിൽ തിക്ക് റൂട്ടാണ് അതിന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വാട്ടറും മിനറൽസൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്ലാന്റ്സിനെയാണ് എന്ത് പറയുന്നത്? എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഹാബിറ്റേറ്റിന് വേണ്ടിയിട്ട് അതൊരു വേറൊരു മരത്തിനെ ആശ്രയിക്കുന്നുണ്ട്, പക്ഷെ അത് മിനറൽസും വാട്ടറും ഒക്കെ അബ്സോർബ് ചെയ്യുന്നത് എവിടെ നിന്ന് തന്നെയാണ്? അറ്റ്മോസ്ഫിയറിൽ നിന്ന് തന്നെയാണ്. ഇങ്ങനത്തെ സസ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഓർക്കിഡ്സ് ആർ എക്സാമ്പിൾ ഓഫ് എപ്പിഫൈറ്റ്സ്. അപ്പോൾ ഓർക്കിഡ്സ് എന്തിന് എക്സാമ്പിളാണ്? എപ്പിഫൈറ്റ്സിന് എക്സാമ്പിളാണ്. അടുത്തത് ഒബ്സർവ് ദി എപ്പിഫൈറ്റ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി പെക്യുലാരിറ്റി ഓഫ് ദി റൂട്ട്സ്. അപ്പോൾ നിങ്ങളോട് പറയാണ് എപ്പിഫൈറ്റ്സിന് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ റൂട്ടിൻ്റെ പ്രത്യേകതകൾ നിങ്ങളോട് പഠിക്കാനാണ് പറയുന്നത്. ക്യാൻ ദി ഗ്രോത്ത് ഓഫ് എപ്പിഫൈസിസ് ഹാം ദി ഹോസ്റ്റ് പ്ലാന്റ്? ഈ എപ്പിഫൈസിസ് വളരുന്നത് കൊണ്ട് ഹോസ്റ്റ് പ്ലാന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, നോ, എപ്പിഫൈറ്റ്സ് ഡു നോട്ട് ഹാം ദി ഹോസ്റ്റ് പ്ലാന്റ്. എപ്പിഫൈറ്റ്സ് ഹോസ്റ്റ് പ്ലാന്റിനെ ഹാം ചെയ്യുന്നില്ല. ബിക്കോസ്, കാരണം ദേ യൂസ് ഇറ്റ് ഓൺലി ഫോർ സപ്പോർട്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഹോസ്റ്റ് പ്ലാന്റിനെ യൂസ് ചെയ്യുന്നത്? സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ്. ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ആൻഡ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദി എയർ. അത് സ്വയമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ മോയ്സ്ചറിന് അത് എയറിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്. അത് ഹോസ്റ്റ് പ്ലാന്റിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. അത് അതിനൊരു ഹാബിറ്റേറ്റ് വേണം, അതിനു വേണ്ടി മാത്രമാണ് അത് എന്തിനെ ആശ്രയിക്കുന്നത്? മറ്റൊരു പ്ലാന്റിനെ, മറ്റൊരു ട്രീനെ ആശ്രയിക്കുന്നത്. അടുത്തത്, ഒബ്സർവ് ദി പിക്ചർ ഓഫ് ദി റൂട്ട് ഓഫ് ലൊറാന്തസ്. ലൊറാന്തസിൻ്റെ റൂട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം ലൊറാന്തസിൻ്റെ റൂട്ടാണ് ഈ കാണുന്നത്. വേർ ഡു ദെയർ റൂട്ട് ഗ്രോ ടു? എവിടേക്കാണ് അതിൻ്റെ റൂട്ട് വളരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ലൊറാന്തസിൻ്റെ റൂട്ട് എങ്ങോട്ടേക്കാണ് വളരുന്നത്? ദി റൂട്ട് ഓഫ് ലൊറാന്തസ് ഗ്രോസ് ഇൻ ടു ദി സ്റ്റെം ഓർ ബ്രാഞ്ചസ് ഓഫ് ഹോസ്റ്റ് പ്ലാന്റ്. ഹോസ്റ്റ് പ്ലാന്റിൻ്റെ സ്റ്റെമ്മിലേക്കോ അല്ലെങ്കിൽ ബ്രാഞ്ചസിലേക്കോ ആണ്. അപ്പം നിങ്ങളിത് കണ്ടോ, ഇതാണ് ലൊറാന്തസിൻ്റെ റൂട്ട്. ഇതെങ്ങോട്ടേക്കാണ് വളരുന്നത്? ഇതാണ് ഹോസ്റ്റ് പ്ലാന്റ്. ഈ ഹോസ്റ്റ് പ്ലാന്റിൻ്റെ സ്റ്റെമ്മിലേക്കോ അല്ലെങ്കിൽ ബ്രാഞ്ചസിലേക്കോ ആണ് ലൊറാന്തസിൻ്റെ റൂട്ട് വളരുന്നത്. അടുത്തത്, വാട്ട് ഈസ് ബെനിഫിറ്റ് ഓഫ് ദീസ് സ്പെഷ്യൽ റൂട്ട്
ടു ലൊറാന്തസ്. ഈ ലൊറാന്തസിന് ഈ ഒരു സ്പെഷ്യൽ റൂട്ട് കാരണം എന്ത് ബെനിഫിറ്റാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ദി സ്പെഷ്യൽ റൂട്ട് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽ ഫ്രം ദി ഹോസ്റ്റ് പ്ലാന്റ്. അപ്പം ലൊറാന്തസിൻ്റെ ഈ ഒരു സ്പെഷ്യൽ റൂട്ട് കാരണം അതിനെന്ത് കിട്ടും? വാട്ടറും മിനറൽസൊക്കെ ഈ ഒരു ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് വാട്ടറും മിനറൽസൊക്കെ ഈ ലൊറാന്തസിന് കിട്ടുന്നത് ഈ ഒരു റൂട്ട് വഴിയാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി പറയാണ് ലൊറാന്തസ് മേക്ക് ഇറ്റ്സ് ഓൺ ഫുഡ് ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ഹോസ്റ്റ് പ്ലാന്റ്. അപ്പം ലൊറാന്തസ് സ്വയം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ഹോസ്റ്റ് പ്ലാന്റ്. ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് വാട്ടറും മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്തിട്ടാണ് ലൊറാന്തസ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ദെർഫോർ പ്ലാന്റ്സ് ലൈക്ക് ലൊറാന്തസ് ആർ കോൾഡ് സെമി പാരസൈറ്റ്സ്. അതുകൊണ്ട് തന്നെ ലൊറാന്തസിനെ പോലെയുള്ള പ്ലാന്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്? സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലൊറാന്തസ് എന്തിന് എക്സാമ്പിളാണ്? സെമി പാരസൈറ്റ്സിന് എക്സാമ്പിളാണ്. അടുത്തത് ഒബ്സർവ് ദി കസ്ക്യൂട്ട സ്പ്രെഡ് ഓൺ ദി പ്ലാന്റ്. അപ്പം കസ്ക്യൂട്ടയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് നിങ്ങളോട് ഒബ്സർവ് ചെയ്യുക. ഇതൊരു പ്ലാന്റിലാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. വാട്ട് കളർ ഈസ് ഇറ്റ്? എന്ത് കളറാണിത്? ഡു യു സീ ലീവ്സ്? നിങ്ങൾക്ക് ലീവ്സ് കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം കസ്ക്യൂട്ട എന്ന് പറയുമ്പം എന്ത് കളറാണ്? യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് കളറാണ്. കസ്ക്യൂട്ടയ്ക്ക് ലീവ്സ് ഉണ്ടോ? നോ, കസ്ക്യൂട്ട ഡസ് നോട്ട് ഹാവ് ട്രൂ ലീവ്സ്. അതിനെന്തില്ല? ട്രൂ ലീവ്സ് ഇല്ല. അടുത്ത് ചോദിക്കുകയാണ് ക്യാൻ കസ്ക്യൂട്ട പ്രിപ്പയർ ഫുഡ്? വേർ ഡു ഇറ്റ്സ് റൂട്ട് ഗ്രോ ടു? അതിന് കസ്ക്യൂട്ട ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? അതിൻ്റെ റൂട്ട് എങ്ങോട്ടേക്കാണ് ഗ്രോ ചെയ്യുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം കസ്ക്യൂട്ട ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നോക്കാം. കസ്ക്യൂട്ട സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നില്ല. കസ്ക്യൂട്ട കനോട്ട് പ്രിപ്പയർ ഇറ്റ്സ് ഓൺ ഫുഡ് ബിക്കോസ് ഇറ്റ് ലാക്ക് ക്ലോറോഫിൽ. അതിലെന്തില്ല? ക്ലോറോഫിൽ ആബ്സെൻ്റ് ആണ്. കസ്ക്യൂട്ടയിൽ എന്ത് ആബ്സെൻ്റ് ആണ്? ക്ലോറോഫിൽ ആബ്സെൻ്റ് ആണ്. ക്വസ്റ്റ്യന് ക്യാൻ കസ്ക്യൂട്ട പ്രിപ്പയർ ഫുഡ്? വേർ ഡു ഇറ്റ്സ് റൂട്ട് ഗ്രോ ടു? കസ്ക്യൂട്ട ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ല, കസ്ക്യൂട്ട സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നില്ല. വേർ ഡു ഇറ്റ്സ് റൂട്ട് ഗ്രോ ടു? എങ്ങോട്ടേക്കാണ് അതിൻ്റെ റൂട്ട് വളരുന്നത്? കസ്ക്യൂട്ട ഹാസ് സ്പെഷ്യൽ സക്കിംഗ് റൂട്ട്. കസ്ക്യൂട്ടക്ക് എന്തുണ്ട്? സ്പെഷ്യലായിട്ടുള്ള സക്കിംഗ് റൂട്ട് ഉണ്ട്. ആ റൂട്ടിനെയാണ് എന്ത് പറയുക? ഹോസ്റ്റോറിയ എന്ന് പറയുക. എന്താ പറയുക? ഹോസ്റ്റോറിയ എന്നാണ് ആ റൂട്ടിനെ പറയുക. ദാറ്റ് ഗ്രോ ഇൻ ടു സ്റ്റെം ഓഫ് ദി ഹോസ്റ്റ് പ്ലാന്റ് ടു അബ്സോർബ് വാട്ടർ ആൻഡ് ഫുഡ്. ഈ ഹോസ്റ്റോറിയ എന്ന് പറഞ്ഞിട്ടുള്ള റൂട്ട് എന്ത് ചെയ്യും? കസ്ക്യൂട്ടയിലുള്ള ഹോസ്റ്റോറിയ എന്ന് പറഞ്ഞിട്ടുള്ള റൂട്ട് ഹോസ്റ്റ് പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൻ്റെ ഉള്ളിലേക്ക് വളരും. എന്നിട്ട് ആ ഹോസ്റ്റ് പ്ലാന്റിലുള്ള ഫുഡും വാട്ടറും ഒക്കെ ഇതങ്ങോട്ട് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ കസ്ക്യൂട്ടൻ്റെ റൂട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി പറയാണ് കസ്ക്യൂട്ട പ്ലാന്റ്സ് ഹാവ് റൂട്ട്സ് ദാറ്റ് ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ഹോസ്റ്റ് പ്ലാന്റ്. കസ്ക്യൂട്ട പ്ലാന്റിൽ എന്തുണ്ട്? റൂട്ടുണ്ട്. ആ റൂട്ടിന് എന്ത് ചെയ്യാൻ കഴിയും? ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ കഴിയും. ദേ ആർ കോൾഡ് ടോട്ടൽ പാരസൈറ്റ്സ്. ഇങ്ങനെയുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഒബ്സർവ് ദി പിക്ചർ. ഈ ഒരു പിക്ചർ ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. ഈ പിക്ചറിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഫോക്സ് ഉണ്ട്, സ്ക്വിറൽ ഉണ്ട്, റാബിറ്റ് ഉണ്ട്, ഹെഡ്ജിഗ് ഹോഗ് ഉണ്ട്, വുഡ് പെക്കർ ഉണ്ട്, കാറ്റർപില്ലർ ഉണ്ട്, ആൻഡ് ഉണ്ട്. ഇതൊക്കെ ഉണ്ട് അല്ലേ? അപ്പം ഈ ഒരു പിക്ചറിൽ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറയാണ് ഓൾ ലിവിങ് ബീങ്സ് ഇൻ നേച്ചർ ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ടു സർവൈവ്. അപ്പോൾ ഓരോ ജീവികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി നിങ്ങളോട് പറയാണ് ലുക്ക് അറ്റ് അറൗണ്ട് ആൻഡ് ഫൈൻഡ് മോർ എക്സാമ്പിൾ ഫോർ ദി ഇൻ്റർ ഡിപ്പെൻഡൻസ് ഓഫ് ലിവിങ് ബീങ്സ്. അപ്പോൾ നിങ്ങളുടെ ചുറ്റും നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ലിവിങ് ബീങ്സിനെ കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? ബി പറയാം. ബി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫ്ലവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബീസ് ഗെറ്റ് നെക്ടർ, ഫ്ലവേഴ്സ് ഗെറ്റ് പോളിനേറ്റഡ്. ബീക്ക് എന്ത് കിട്ടും? തേന് കിട്ടും. ഫ്ലവേഴ്സിന് എന്ത് കിട്ടും? ഫ്ലവേഴ്സിൽ എന്ത് നടക്കും? തേൻ എടുക്കുന്ന സമയത്ത് പോളിനേഷൻ നടക്കും. അടുത്തത് ബേർഡ്, ട്രീ. ബേർഡ് എന്ത് ചെയ്യുന്നുണ്ട്? ബിൽഡ് നെസ്റ്റ് ഓൺ ട്രീസ്. ബേർഡ് ട്രീസിൽ കൂട് കൂട്ടുന്നുണ്ട്. ട്രീസ് ഹെൽപ്പ് ബേർഡ്സ് വിത്ത് ഷെൽട്ടർ. അപ്പോൾ ട്രീസ് ബേർഡിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഷെൽട്ടർ കൊടുക്കുന്നുണ്ട്, താമസിക്കാനൊരു ഇടം കൊടുക്കുന്നുണ്ട്. അടുത്തത് കൗ, ഗ്രാസ്. കൗ ഈറ്റ് ഗ്രാസ് ഫോർ ഫുഡ്. കൗ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാസ് കഴിക്കുന്നുണ്ട്.
ഫുഡാക്കിയിട്ട്. അടുത്തത് കാറ്റർപില്ലറും പ്ലാന്റും. കാറ്റർപില്ലർ ഫീഡ് ഓൺ ലീവ്സ്. കാറ്റർപില്ലറിന് ഇടുന്ന ഭക്ഷണം കിട്ടുന്നത് ലീവ്സ് എന്നാണ് കിട്ടുന്നത്. അടുത്തത് ഈഗിൾ സ്നേക്ക്. ഈഗിൾ ഈറ്റ് സ്നേക്സ്. ഈഗിൾ എന്തിനെ ഈറ്റ് ചെയ്യുന്നുണ്ട്? സ്നേക്സിനെ ഈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻ്റർ ഡിപ്പെൻഡൻസ് ആയിട്ട് പറയാം. ലെറ്റസ് അസസ്. നമുക്ക് ഇനി കുറച്ച് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്, അത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദി പ്ലാന്റ് വിത്ത് റെഡ് കളേർഡ് ലീവ്സ് കനോട്ട് പ്രിപ്പയർ ഫുഡ് ബൈ ദംസെൽസ്. ഡു യു അഗ്രി? വൈ? അപ്പോൾ റെഡ് കളർ ലീവ്സ് ഉള്ള പ്ലാന്റ് സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഇതുമായിട്ട് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് അഗ്രി ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമ്മൾ പഠിച്ചു അല്ലേ. നോ, ഐ ഡു നോട്ട് അഗ്രി. കാരണം എന്താണ്? റെഡ് കളേർഡ് ലീവ്സ് ഓൾസോ കണ്ടെയ്ൻ ക്ലോറോഫിൽ. റെഡ് കളറുള്ള ഇലകളിലാണെങ്കിലും എന്തടങ്ങിയിട്ടുണ്ട്? ക്ലോറോഫിൽ അടങ്ങിയിട്ടുണ്ട്. ദി ഗ്രീൻ കളർ ഈസ് ഹിഡൺ ബൈ ദി റെഡ് പിഗ്മെൻറ്റ്. റെഡ് പിഗ്മെൻ്റ് ആയിട്ടുള്ള ആന്തോസയനിൻ കാരണം ഈ ഗ്രീൻ പിഗ്മെൻറ്റ് ഒളിഞ്ഞിരിക്കുകയാണ്. ദെർഫോർ ദേ ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ബൈ ഫോട്ടോസിന്തസിസ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന് സ്വയം ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഫോട്ടോസിന്തസിസ് വഴി. അടുത്തത് പ്ലാന്റ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്. പ്ലാന്റ്, മോസ്കിറ്റോ, ഫ്രോഗ്, സ്നേക്ക്, അതുപോലെ തന്നെ കോക്രോച്ച്, ഹൗസ് ലിസാർഡ്. ഇങ്ങനെ ഒരു ഫുഡ് ചെയിൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, വാട്ട് വിൽ ഹാപ്പൻ ടു ദീസ് ഫുഡ് വെബ് ഇഫ് ദി നമ്പർ ഓഫ് ഫ്രോഗ്സ് ഡിക്രീസസ്. നമ്പർ ഓഫ് ഫ്രോഗ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ഫുഡ് ചെയിനിന് സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്, ഫ്രോഗിൻ്റെ നമ്പർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഗ്രാസ് ഹോപ്പറും മോസ്കിറ്റോയും അതുപോലെ തന്നെ കോക്രോച്ചും ഒക്കെ എന്ത് ചെയ്യും? കൂടും. കാരണം എന്താണ്, കുറച്ച് ഫ്രോഗേ ഉള്ളൂ, അതിനൊന്നും കഴിക്കാൻ എന്തുണ്ടാവില്ല? ഫ്രോഗ് ഉണ്ടാവില്ല. അപ്പം ഇതിൻ്റെ ഒക്കെ നമ്പേഴ്സ് എന്ത് ചെയ്യും? കൂടും. അടുത്തത്, ദി നമ്പർ ഓഫ് സ്നേക്ക് ആൻഡ് ഹൗസ് ലിസാർഡ് വിൽ ഡിക്രീസ് ബിക്കോസ് ദേ വിൽ ഹാവ് ലെസ് ഫുഡ്. അതുപോലെ തന്നെ സ്നേക്കിൻ്റെ എന്ത് കുറയും? സ്നേക്കിൻ്റെ നമ്പർ കുറയും. കാരണം എന്താണ്, അതിന് ഫുഡ് കിട്ടൂല, ഫ്രോഗിനെ കഴിക്കാൻ കഴിയൂല. അടുത്തത്, ദി ഫുഡ് വെബ് വിൽ ബിക്കം അൺബാലൻസ്ഡ്. ആ ഫുഡ് വെബ് എന്താവും? അൺബാലൻസ്ഡ് ആയിട്ട് പോവും എന്നാണ് പറയുന്നത്. അടുത്തത്, ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് ദി സ്റ്റേജസ് ഓഫ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. അപ്പം ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജന്, അതുപോലെ തന്നെ ഓക്സിജൻ തന്നിട്ടുണ്ട്, റെസ്പിറേഷൻ എന്നിവിടെ തന്നിട്ടുണ്ട്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിസ് ആണ് ഇവിടെ തന്നത്. അടുത്തത് അറ്റ്മോസ്ഫിയറും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം? റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിന് ഓക്സിജനാണ് ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകും. റെസ്പിറേഷൻ്റെ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ പുറത്തേക്ക് പോകും. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് വരും, ഓക്സിജന് പുറത്തേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. അടുത്തത്, അറ്റ്മോസ്ഫിയറിക് എയർ എൻ്റർ ദി പ്ലാന്റ്. അറ്റ്മോസ്ഫിയറിക് എയർ പ്ലാന്റിലേക്ക് എൻ്റർ ചെയ്യും. ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദി അറ്റ്മോസ്ഫിയറിക് എയർ. അറ്റ്മോസ്ഫിയറിക് എയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്തിട്ടാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് എന്ത് പറയാം? അടുത്തെന്ത് പറയാം? ഓക്സിജൻ ഈസ് റിലീസ്ഡ് ഇൻ ടു അറ്റ്മോസ്ഫിയർ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഓക്സിജന് ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് ഓക്സിജൻ ഇങ്ങോട്ടേക്ക് റിലീസാവും? അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസാവും. പ്ലാന്റ് യൂസ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. പ്ലാന്റ് എന്ത് ചെയ്യും? ഈ ഓക്സിജന് റെസ്പിറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ ഈസ് റിലീസ്ഡ് ഇൻ ടു അറ്റ്മോസ്ഫിയർ. റെസ്പിറേഷൻ്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസാക്കും. അപ്പം ഇത്രയാണ് ഇതിൽ നമുക്ക് ആക്ടിവിറ്റീസ് എഴുതാനുള്ളത്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. താങ്ക് യു.